ആയിട്ടുള്ള കാര്യം ട്രൂത്ത്, അത് ആൾക്കാർ അറിയണം. അതുകൊണ്ട് എല്ലാവരോടും പറയുക, ഈ ഇഷ്യൂ അറിയുന്ന എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കേസാണ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും ഈ ലൈവ് തീരുമ്പോഴേക്ക് ഈ എല്ലും ഇതെല്ലാം മാറും. ഓക്കെ, എല്ലാം മാറും. എല്ലാ സാധനവും ഇത് മൊത്തം മറിച്ചിടാൻ പോയെന്ന്. ഓക്കെ, പ്ലേറ്റ് മൊത്തം അറിയും, മനസ്സിലായോ? പക്ഷെ ഞാൻ എൻ്റെ ഭാഗം, എൻ്റെ സൈഡ് പറയുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വിശ്വസിക്കും? എൻ്റെ സൈഡ് കേൾക്കാണ്ട് ഞാൻ ഒരക്ഷരം ഇപ്പം വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഞാൻ അവരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറയാണ്ട് ഞാൻ പറയാം ഞാൻ നിരപരാധിയാന്ന്. എത്ര ആൾക്കാർ വിശ്വസിക്കും? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിനുള്ളിൽ ഞാൻ ജീവിക്കും, ഉള്ളിൽ കൊണ്ട് സ്ക്രിപ്റ്റ്. ഓക്കെ, ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് കിട്ടട്ടെ, ഒരു സ്റ്റാർട്ട് കിട്ടട്ടെ. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടോ മോനെ? സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പ്രൊട്ടക്ട് ഫ്രം പോസിബിൾ ഹാക്ക് ടു റിക്കവർ അക്കൗണ്ട് സെറ്റ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു. അതായത് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റ ഇത് തന്നു. ഞാൻ പുതിയ പാസ്വേഡ് ഇട്ടു, സെറ്റ് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ബി സസ്പെൻഡ് യുവർ അക്കൗണ്ട്, ഈ ഒരു സാധനം വന്നു. ഓക്കെ, ഞാൻ അപ്പീൽ കൊടുത്തു. അതിന് എപ്പോൾ അപ്പീൽ ഇതാവുന്നോ ഒന്നും എനിക്കറിയില്ല. ഷമീറിൻ്റെ ഇൻസ്റ്റാ ബാൻ എന്നുള്ള കമ്പനി ഇതിന് മുന്നേ എൻ്റെ എപ്പോൾ ആയതറിയോ? ഇതിന് മുന്നേ കൃത്യം ഡേറ്റ് നിങ്ങളായിരിക്കണം. ഇതിന് മുന്നേ ഇതേ സംഭവമല്ല, എൻ്റെ അക്കൗണ്ട് അണേബിൾ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു സാധനമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതായത് 3 മാസം മുമ്പ് ഗ്യാങ് ഇവിടുന്ന് അടിച്ച് പിരിയുന്ന ദിവസമാണ്. അതിന് ശേഷം ഇതാവുന്നത് ഇവന്മാർ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം. ഓക്കെ, സോ വൈ ഡിഡ് ദേ ലെഫ്റ്റ്? ഓക്കെ, ആദ്യം മുതലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് കേക്ക്. ഓക്കെ, അതായത് ഫേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നതുകൊണ്ടിരിക്കില്ല. അതായത് കാര്യങ്ങൾ പറയാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഇത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവരാണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ച് തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ എവിടെ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്തൊന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അതാ ഈ ആപ്പിളിൽ എങ്ങനെയാണ് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. നിൽക്ക് വാ, ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. മുഹമ്മദ് കെ എന്ന് കാണാം. ഫോക്കസ്. മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പർ ഉണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ 25 ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും. എനിക്കറിയില്ല. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാ ഇവർക്ക് കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. I will show you everything on his account, cut access now. അങ്ങനെ പറഞ്ഞാൽ
ഇതാ കണ്ടല്ലോ ഈ 2 അക്കൗണ്ടിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനിയും അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നാളെ ശരത്ത് വന്ന് കാണിച്ചിട്ടും കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. ഓക്കെ, ഫുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെന്താ വേണ്ടത് പറ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാണ്ട് വേറെന്താ വേണ്ടതെന്ന് പറഞ്ഞോ. എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ചക്കള്ളാന്നത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാടാ അവരെ തീറ്റിപ്പോയിട്ടെന്ന്? അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുത്ത് എനിക്കറിയില്ലല്ലോ. വെഡ്ഡിങ്ങാ? ആരെ വെഡ്ഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതെടാ പേഴ്സണൽ ഇത്. ഷെമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓള് ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അടി ഇവർക്ക് പൈസയെ വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ഇതൊക്കെ വിടും. പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചിട്ട് ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്കായിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ. ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷെമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷെമീറിന് വന്നു. അന്ന് ഷെമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആവണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലായോ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്. എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷെമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ഓൻ ചിന്തിച്ചില്ലെങ്കിൽ, ഷെമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഷെമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷെമീറിലേക്ക് കിടക്കാം. ഷെമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവന് എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ ഓനെന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചതെന്ന്. അല്ല, ഞാൻ നിർബന്ധിച്ച് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചതെന്ന്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് വരുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫാണ് ഉള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇട്ടിരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചു. ഓക്കെ, അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന് ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അല്ല അതിന് മുന്നേ ഒരു കാര്യം പറയും. യൂട്യൂബ് ചാനലിൽ ഈ ലൈവിൻ്റെ എല്ലാം കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഷെമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷെമീർ, ഫസൽ, മുനു നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഷെമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമല്ല. നമ്മൾ എല്ലാവരും ഒരു 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ,
ഞാൻ ഈ ലൈവിൽ വന്നിട്ട് ഇവനെ മുനുവിനെ പോലും ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല. അവൻ്റെ ബാക്കിൽ നിന്നേ പോകില്ല. അവനക്ക് വ്യൂസോ അവനക്ക് പൈസയോ അവനക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നതുകൊണ്ട് അവനെൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല, അവനൊരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് പറഞ്ഞ കുറേ ലോങ്ങായിപ്പോൾ ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത് ഞാൻ ഇതായിക്കതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിന് ശേഷമാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനമൊന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ട വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് വേണ്ടിയാണ്. ഓക്കെ, 3 മാസം മുമ്പ് ഇവർ അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ചക്കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ച് കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാം. ഓക്കെ, ഇത് എന്തായാലും ഞാൻ എൻ്റെ പണി ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഓരോ പ്രൂഫ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ അക്കൗണ്ട് പാസ്വേഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വൺ ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഈ ഷമീറിൻ്റെ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ ഷമീർ യൂട്യൂബിൽ അക്കൗണ്ട് കാണിച്ചല്ലോ, അതിൽ അക്കൗണ്ട് നമ്പർ നോക്കിയാൽ ഈ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓൻ ലൈവ് ചെയ്ത 3-4 ലക്ഷം രൂപ എൻ്റെയിലേക്ക് വന്നെന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ഈ അക്കൗണ്ട്സ് ഇത് വേണമെങ്കിൽ നാളെ ശരത്ത് ലൈവ് ചെയ്യുമ്പോൾ താഴെ ഞാൻ പിൻ ചെയ്തിട്ട് വല്ല PDF ആയിട്ട് ഇപ്പം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയാണ്. ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫയലോ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡെപ്പോസിറ്റ്, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന പൈസകൾ കാണിക്കുക. ഓക്കെ, ഈ $486. ഓക്കെ, ഒരു $486, അതായത് 43,000 രൂപ ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, 29,000. ഓക്കെ, ഈ 11,000 യൂട്യൂബിൻ്റെ അല്ല, മാസ്റ്റർ ക്ലാസ്. ഇത് സ്ട്രീമിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് വാങ്ങിയിട്ട് തിരിച്ച് റീഫണ്ട് കിട്ടിയ പൈസയാണ്. ഓക്കെ, ഈ 10,000 വേറെന്താ UPI മുഹമ്മദോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വേറെന്താന്ന് യൂട്യൂബിൻ്റെ വന്ന പൈസ ഇതിൽ അങ്ങനെ തന്നെ കാണിക്കും, ഡോളറായിട്ട് കാണിക്കും. ഓക്കെ, ഇതാ ഈ 29,000 ഇപ്പുറത്ത് USD 324 എന്ന് കാണാം. ഈ 43,000 വന്ന സ്ഥലത്ത് USD 486 എന്ന് കാണാം. ഓക്കെ, അതല്ലാണ്ട് ഈ 2 പൈസയാണ് എൻ്റെ ഇതിലേക്ക് വന്നത് അല്ലേ. ഇതാ ഇത്രയേ ഉള്ളൂ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു അക്കൗണ്ടായത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആർക്കും വിവരാവകാശം വെച്ച് ആർക്കും വേണമെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഫേക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റ സെക്കൻഡ്, എനിക്ക് ഒരു കോൾ എടുക്കാനുണ്ട്, അത്യാവശ്യ കോളാണ്. എടാ ഞാൻ ലൈവാ. ഹലോ ഈ $486. ഓക്കെ, ഒരു $486, അതായത് 43,000 രൂപ ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, 29,000. ഓക്കെ, ഈ 11,000 യൂട്യൂബിൻ്റെ അല്ല, മാസ്റ്റർ ക്ലാസ്. ഇത് സ്ട്രീമിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് വാങ്ങിയിട്ട് തിരിച്ച് റീഫണ്ട് കിട്ടിയ പൈസയാണ്. ഓക്കെ, ഈ 10,000 വേറെന്താ UPI മുഹമ്മദോ,
ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വേറെ എന്തോന്ന് യൂട്യൂബിൻ്റെ വന്ന പൈസ ഇതിൽ അങ്ങനെ തന്നെ കാണിക്കും, ഡോളറായിട്ട് കാണിക്കും. ഓക്കെ, ഇതാ ഈ 29,000 ഇപ്പുറത്ത് USD 324 എന്ന് കാണാം. ഈ 43,000 വന്ന സ്ഥലത്ത് USD 486 എന്ന് കാണാം. ഓക്കെ, അതല്ലാണ്ട് ഈ 2 പൈസയാണ് എൻ്റെ ഇതിലേക്ക് വന്നത് അല്ലേ. ഇതാ ഇത്രയേ ഉള്ളൂ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു അക്കൗണ്ടായത്. മുന്നേ വന്ന ആ ഒരു ചെറിയ പേയ്മെൻറ്റ് 29,000 രൂപ, അത് മാത്രമാണ് എൻ്റെ ഇതിലേക്ക് വന്നത്. 29,000 തൊലി. ഇത് ഇവൻ്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസയാണ്. ഓക്കെ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതാണ്. മനസ്സിലായോ? അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്ന പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാണ്. മനസ്സിലായോ? 3 എണ്ണത്തിന് ഷമീർ മാത്രമല്ല, ഷമീറിനെ മാത്രം ഞാൻ ഒരിക്കലും ഇതാക്കൂല. 3 എണ്ണം പിശാചുക്കളാണ്. ഓക്കെ, 3 എണ്ണത്തിൻ്റെയും റിയൽ കോണം ഞാൻ മൊത്തം ഈ ലൈവ് തീരുന്നതിന് മുമ്പ് കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, അല്ല ഇത് തീരട്ടെ. ജാസി PC അതെല്ലാം പറഞ്ഞോ. ഇത് തീരട്ടെ. ഓക്കെ, 4 ലക്ഷം രൂപ വന്ന് പറഞ്ഞെടുത്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ. എവിടെ വന്ന പൈസ? എവിടെ മോനെ? എവിടെ? ഓനോട് ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു. ഇനി ലൈവ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു, അതിലുണ്ടാവും. മനസ്സിലായോ? അതിന് ശേഷം ഓൻ്റെ എത്ര പൈസ വന്നെന്ന് എനിക്കറിയില്ല. ഓൻ്റെ ഒരു മാസം വന്ന പൈസ ഈ 30,000 രൂപ. എന്നിട്ട് ഈ ലക്ഷങ്ങൾ എന്ന് ഓൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാസം ഓന് അത്ര ഇതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ബൂസ്റ്റ് കൊടുത്ത മാസമാണെന്ന് തോന്നുന്നു. ആ മാസമായിട്ടോ എനിക്ക് കുറേ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടായിട്ടോ 1 ലക്ഷം റുപ്യൻ്റെ അടുത്തായിട്ടോ ഇത് റവന്യൂ കയറി. അതിൻ്റെതെല്ലാം ആ പൈസ എല്ലാം ഓൻ്റെ ഇതിലേക്ക് അക്കൗണ്ട് ഓൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓൻ്റെ ഇതിലേക്കാണ് പോയത്. അതെല്ലാം എൻ്റെ പേരിലിട്ട് എന്നെ കള്ളനാക്കി. ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ കള്ളനാന്ന്. ഇത് ആരാ കള്ളൻ ആരാ കളവ് അറിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിലെന്താ ഞാൻ ഫേക്ക് ചെയ്തെന്നാ പറയുന്നത്? ഇതോ എടാ എന്താ കേസ് കൊടുക്കടാ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫേക്ക് ചെയ്യുന്നത് കേസാ. ഞാൻ അങ്ങനത്തെ മണ്ടത്തിൽ ഇവിടെ വന്ന് ചെയ്യോ? അത് വിവരാവകാശം എന്തെങ്കിലും വെച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, എന്തിനും ഞാൻ റെഡിയാ. എന്ത് സാധനം തുറന്നു കാണിക്കാൻ ഞാൻ റെഡിയാ. ഇവിടെ മൊത്തം ഓപ്പണാണ് കേസ്, മൊത്തം ഓപ്പണാണ്. ഒരു പേടി എനിക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഒരു പേടി ഈ കാര്യത്തിലില്ല. എനിക്ക് എൻ്റെ വിഷമം എന്താ പറയുക, ഞാൻ ഈ തപ്പിത്തടയുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരെ ജീവിതം പോകും. പക്ഷെ അത് പറയാണ്ട് എനിക്ക് ഇത് ഇതാക്കാനും കഴിയില്ല, ഇത് തീർക്കാനും കഴിയില്ല. മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം തീർക്കാനും കഴിയില്ല. മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം മുമ്പ് ഇവിടുന്ന് തെറ്റാനുള്ള കാരണം ഇത് നിങ്ങളറിയണം ഗൈസ്. ഇത് നിങ്ങളറിയണം. എല്ലാവരും അത്രയും പൊന്നുപോലെ, എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. മനസ്സിലായോ? പൊന്നുപോലെ ഞാൻ നോക്കിയത് എല്ലാവരെയും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാണ്, പക്ക ബ്ലാക്ക് മെയിൽ. മനസ്സിലായോ? ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തോട്ടില്ല. ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയണ്ട അത് മൊത്തം പറഞ്ഞു തരും. മനസ്സിലായോ? എന്നിട്ട് 20% അതിൽ തന്നെ മനസ്സിലായിക്കൂടെ. ഇനി നാളെ ഈ വീഡിയോ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറയും 20% ഇതാക്കിയിട്ട് ബാക്കി 80% ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യല്ലോ. ഞാൻ ഒരു കാര്യം പറയില്ല, തീവ്രവാദികളുമായിട്ടും ചതിയന്മാരുമായിട്ടും നെഗോസിയേഷൻ ഇല്ല മോനെ. ചതി കൂടെ നിന്ന് ചതിക്കാൻ, ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് അന്നോ നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ കാര്യങ്ങൾ കേട്ടോ. ഇവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്. എൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കും. എൻ്റെ പ്രൂഫ് ഞാൻ പ്രൂഫില്ലാത്ത കാര്യമല്ല ഇത്. ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവൻ വെറുതെ പറയുന്നത് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞപാട് ഞാൻ പ്രൂഫ് കാണിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം, ഇവർ 3 പേരല്ല, ഇവർ 4-5 പേരുണ്ട്. അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷം ആണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിലുണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയിട്ടില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്.
മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത